ഗുഡ് ഈവനിങ്. അപ്പോൾ ഇത് ഈ പിങ്കി പോങ്കിയായിട്ട് ഞാനിപ്പോൾ പോകുന്നത് ഒരു ഷവർമ്മ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. ഇവിടെ ഇപ്പോൾ സമയം 4:30 4:45 ഈ ദുബായിലെ ക്ലൈമറ്റ് എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി കുറേ ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഷോട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ട്രാഫിക് കണ്ടോ, നല്ല തിരക്കുണ്ട് ഇപ്പോൾ തന്നെ കേട്ടോ. 4:30 ആയിട്ടുള്ളൂ. ലെസിഡിയിലാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ലെസിഡിയിൽ നിന്ന് ഇവിടെ ഒരുപാട് കോംബോസ് അവൈലബിൾ ആണ്. അതായത് ഷവർമ്മയുടെ കൂടെ 3 ഷവർമ്മ 12 ദർഹം, 10 ഒരു ഷവർമ്മ, ഒരു അവക്കാഡോ ഷേക്ക്, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഷേക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള ഷേക്കാണ്. പിന്നെ ഷവർമ്മ നല്ല ജ്യൂസിയാണ്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. നിങ്ങളുടെ ഇഷ്ടം വേറെ ആയിരിക്കാം. അത് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് തന്നെ നിങ്ങൾ അറിയേണ്ട ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല സ്പീഡായിട്ട് ഇവൻ മേക്ക് ചെയ്യണം, കാരണം നമുക്ക് പെട്ടെന്ന് സാധനം കിട്ടും. അതൊക്കെയാണ് ഇവിടുത്തെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ വന്ന സമയം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വന്നിട്ട് 6 മാസമായി ദുബായിൽ. അപ്പോൾ ഈ 6 മാസ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരുപാട് റെസ്റ്റോറൻറ്റ് ഷവർമ്മ വെച്ചിട്ടുണ്ട്. വന്ന സമയത്ത് നോമ്പ് കാലമായത് കാരണം അധികം ഞാൻ ഇവിടുന്ന് ഈവനിങ്ങിൽ കഴിക്കാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഇത് ലസ്സിഡയിൽ നിന്ന് ഷവർമ്മയൊക്കെ വാങ്ങിയിട്ട് ഞാൻ നടന്ന് നീങ്ങി. നല്ല ട്രാഫിക്കുണ്ട് ഇപ്പോൾ തന്നെ കേട്ടോ. ഓൾമോസ്റ്റ് എന്തിനാ കുട എടുത്തതെന്ന് എനിക്കറിയില്ല. പിന്നെ ക്ലൈമറ്റിൻ്റെ കാര്യം ചോദിച്ചിട്ട് പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂട് ഇല്ല ഇപ്പോൾ. അപ്പോൾ അത് പൊതുവേ തണുപ്പ് തുടങ്ങി ഇവിടെ. പിന്നെ നല്ല കാറ്റുണ്ട് കേട്ടോ, ഒരു ചൂട് കലർന്ന കാറ്റ്. അതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ക്ലൈമറ്റ്. അപ്പോൾ സാധനങ്ങൾ ഇത് ഷവർമ്മ കിട്ടിയിട്ടുണ്ട്. വലിയൊരു വലിപ്പമില്ല. ഇത് ഷവർമ്മ കാണുമ്പോൾ വായിൽ വെള്ളം വരും. അതുകൊണ്ടാണ് ഡബിങ്ങിൽ കുറച്ചൊരു മിസ്റ്റേക്ക് തോന്നും കേട്ടോ. അങ്ങനെ ഇത് ഷവർമ്മ, എൻ്റെ വിരലുകൾ വളരെ നീളം കുറവാണ്. അതുകൊണ്ട് 2 വിരൽ എന്നൊക്കെ പറയാം. പണ്ട് ഇതിന് നല്ല വലിപ്പം ഉണ്ടായിരുന്നു, ഒരു 6 മാസം മുമ്പ് കേട്ടോ. ഇപ്പോൾ ഷവർമ്മയുടെ വലിപ്പം കുറഞ്ഞുണ്ട്. ഇത് അവർ കാണുകയാണെങ്കിൽ വലിപ്പം കൂട്ടിക്കോ മര്യാദയ്ക്ക്. പിന്നെ അതേ ഷെയ്ക്കാണ്. പിന്നെ ഇങ്ങനെ കഴിക്കാനുള്ള ഉപ്പിലിട്ട സാധനങ്ങളും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഷവർമ്മ ലവേഴ്സാണ്, പ്രത്യേകിച്ച് ദുബായിൽ കരാമയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. പിന്നെ സ്ട്രോ ഒക്കെ ഇങ്ങനെ സെക്യൂറായിട്ടാണ് വെച്ചിട്ടുള്ളത്. അതിപ്പോൾ നമ്മളവിടെ അങ്ങനെയൊക്കെ തന്നെയല്ലേ ഇപ്പോൾ കിട്ടുന്നത്. അപ്പം നമുക്കിത് വീഡിയോ കാണാം. കഴിക്കുന്ന വീഡിയോ ഇടരുതെന്ന് കുറേ പേരായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇന്നലത്തെ ഒരു ഐസ്ക്രീം കഴിക്കലും കൂടെ ആയപ്പോൾ നല്ല തിക്കാണ്. അതാണ് ഞാനിവിടെ പറഞ്ഞു ഉദ്ദേശിക്കുന്നത് കേട്ടോ. നല്ല തിക്കായിട്ടുള്ളതാണ്. പിന്നെ നല്ല ഷവർമ്മ നല്ല ജ്യൂസിയാണ്. കഴിക്കുന്ന വീഡിയോ ഇടുമ്പോൾ എല്ലാവർക്കും എപ്പോഴും കഴിക്കാൻ പറ്റണില്ല, അവൈലബിൾ ആവില്ലല്ലോ. അപ്പം നല്ല കൊതി വരുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് കൂടുതൽ പേഴ്സണൽ മെസ്സേജ് വരാറുള്ളതെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിലാണ് കേട്ടോ. ഫേസ്ബുക്കിൽ, ഇൻസ്റ്റയിൽ അത്ര വലിയ മെസ്സേജ് ഒന്നും വരാറില്ല. പിന്നെ പേഴ്സണലായിട്ടുള്ള അത് സക്സസ്ഫുള്ളി ഞാൻ സൈഡിലായിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള ആ സാധനം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാട്ടോ വീഡിയോ ബാക്കി. ഇടയ്ക്കൊരു കോള് വന്നിട്ട് കട്ടായിപ്പോയതാണ്. നമ്മൾ ചിലതുണ്ട്, അതായത് ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്പെസിഫിക് ആണ്. അതായത് എനിക്ക് ഇന്ന ടേസ്റ്റ്, അതായത് ചില സ്ഥലങ്ങളിലെ ടേസ്റ്റ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ പിന്നെ വാങ്ങുള്ളൂ. അതുപോലത്തെ ആവില്ല പിന്നെ എവിടെ നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഒരു കമ്പയർ ചെയ്യും ഞാൻ. അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് വേറെ എവിടെ നിന്ന് കഴിച്ചാലും എനിക്ക് ഈ ഒരു ടേസ്റ്റ് കിട്ടിയില്ല എന്ന് തോന്നും. അതുകൊണ്ട് ഞാൻ ഇവിടെ കൂടുതൽ പോകുന്നത് കേട്ടോ. നിങ്ങളുടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരാൾക്കും അടിച്ച് ഏൽപ്പിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ ടേസ്റ്റ് ബഡ്സാണ്, ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ശരിക്കും. ഇതോടുകൂടി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. മനസ്സിലായോ? പൈസ കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുത്ത തടിയാണ്. സോ ഇനിയെങ്കിലും തടിച്ചെന്നിങ്ങനെ പറയാതിരിക്കുക. പൈസ കൊടുത്ത്, അല്ലാണ്ട് നിങ്ങളെപ്പോലെ വീട്ടിൽ കഴിക്കല്ലാണ്ടല്ല. 10 ദർഹം × 24 ചെയ്താൽ മതി. അപ്പോൾ ഇന്ത്യൻ മണി എത്രയാണ് കിട്ടും. ഓക്കെ, അല്ല ഇങ്ങനെ എന്താ പറയുക, ദൃഷ്ടിഭൂതങ്ങളായിട്ട് വന്ന് ഇങ്ങനെ നോക്കി നിന്ന് എന്ത് തടിയാന്ന് പറയണ ആ സാധനമില്ലേ, അത് നിർത്തിക്കോളെ. ഇനിയെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്കും മക്കൾക്കും തടിയില്ലാത്ത, അതായത് പേരക്കുട്ടികൾക്കും മക്കൾക്കും തടിയില്ലാത്തത് നിങ്ങളുടെ കുശുമ്പ് കാരണമാണ്, തിന്നാൻ കൊടുക്കാനായിട്ട്. അല്ലാണ്ട് ഞാനൊക്കെ അത് വീട്ടിലേക്ക് തിന്നാനും കുടിക്കാനുള്ളത് കൊണ്ട് മാത്രം തടി വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനി പറയരുത്, എന്നോടൊന്നല്ല, തടിച്ച ആരോടും പറയരുത്. പൈസ ഉള്ളതുകൊണ്ട് തടിച്ചതാണ്. ഓക്കെ, ഫുൾ കംപ്ലീറ്റായി. ഇനി അതിൻ്റെ മക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള 2 സാധനം കഴിക്കണം.
ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളില്ലേ, അത് മൊത്തം ഈ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാണ്ട് കാണുന്ന കുറച്ച് അമ്മായിമാരുണ്ട്, അവർക്ക് പ്രത്യേകമായിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സ്പെഷ്യലി സിജോ കോൺഗ്രസ്. നല്ല ഉപ്പുണ്ട്, ഉപ്പില്ലത്തേനോ. ഇനി ഞാൻ ഇതും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൊള്ളേണ്ടവർക്ക് കൊണ്ടിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും. ഇനി ആരൊക്കെയാണെന്നുള്ളത് നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മെസ്സേജ് അയയ്ക്കുക, പേഴ്സണലി മെസ്സേജ് അയയ്ക്കുക, കമൻ്റ് അയയ്ക്കുക ചെയ്യുക. പിന്നെ അക്ഷരാഭ്യാസം ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്, അവരെ ഞാൻ പ്രത്യേകം ഒന്ന് റൗണ്ട് ചെയ്തിട്ട് അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ടാണല്ലോ അവർ കമൻ്റ് ഇടാത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം എനിക്ക് മാത്രമല്ലല്ലോ, നിങ്ങൾക്കും കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ പറയാനുള്ളത്, ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വളരെ നല്ലത്. ബൈ.